എല്ലാ മൊബൈൽ ഫോണിലുള്ള ഒരു ഫീച്ചറാണ് എയറോപ്ലെയിൻ മോഡ്. സത്യത്തിൽ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് കൊണ്ട് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് ഇന്റർനെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെക്കാറാണ് പതിവ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ആരെങ്കിലും കോൾ ചെയ്ത് ശല്യമുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു കോൾ നമുക്ക് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടി അല്പസമയത്തേക്ക് ഫ്ലൈറ്റ് മോഡിലേക്ക് ഇട്ടു വെക്കാൻ സാധിക്കും. സത്യത്തിൽ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഫ്ലൈറ്റ് യാത്രയിൽ ഓഫ് ചെയ്തു വെക്കാൻ ആവശ്യപ്പെടുന്നത്. ഇത്തരം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രത്യേകിച്ച് മൊബൈലൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ സൗകര്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. അതിനാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ഫീച്ചറിൽ നമുക്ക് ചില ടിപ്സുകളുണ്ട്. അത് എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളെല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാറിലായിരിക്കും ഫ്ലൈറ്റ് മോഡ് കാണാൻ സാധിക്കുക. സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് മോഡ്, ഈ ഒരു എയറോപ്ലെയിൻ മോഡ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വരുന്ന കോളുകൾ അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ എല്ലാം ബ്ലോക്ക് ആയി പോകുന്ന ഒരു ഫീച്ചറാണ് ഈ ഫ്ലൈറ്റ് മോഡ്. ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാണ്, പ്രത്യേകിച്ച് സൈറ്റുകളിൽ നിന്ന് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൂവീസൊക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഡൗൺലോഡ് ആകുക. ഇത്തരത്തിൽ നമ്മുടെ മൂവീസ് അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡൗൺലോഡിംഗ് ഒന്ന് സ്പീഡാക്കാൻ ഈ ഒരു ഫ്ലൈറ്റ് മോഡ് കൊണ്ട് സഹായമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഇന്റർനെറ്റിന്റെ ലഭ്യത കുറവായിരിക്കും. കാരണം നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക് ഇന്റർനെറ്റ് ആവശ്യമുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ പല ഫീച്ചറുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇമെയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പ് ചെയ്യുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ബാക്കപ്പ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ്. ഇത്തരത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം പല ഭാഗങ്ങളിലേക്കായിട്ട് വീതിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് തടസ്സമാകും. കാരണം ഇന്റർനെറ്റിൻ്റെ ലഭ്യത കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ വീഡിയോ ഡൗൺലോഡിൽ ഇട്ടതിന് ശേഷം ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഒരു 2-3 സെക്കൻഡ് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീഡിയോ നേരത്തെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും അല്പം ഒന്ന് സ്പീഡ് കൂടിക്കാണും. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇന്റർനെറ്റിന്റെ ലഭ്യത പെട്ടെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണോ അവിടേക്ക് പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ഉടനെ ഇന്റർനെറ്റിന്റെ പ്രവാഹം ലഭിക്കുമ്പോൾ ആ ഒരു ഡൗൺലോഡിങ്ങിന് അല്പം ഒന്ന് സ്പീഡ് കൂടും. പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്പീഡ് വീണ്ടും കുറയും. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റുക, തുടർന്ന് ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യുക. അങ്ങനെ നിങ്ങൾ 2-3 തവണ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ടിപ്സ് നമുക്ക് ഫ്ലൈറ്റ് മോഡിലൂടെ സാധിക്കും. രണ്ടാമത്തെ ടിപ്സ്, നമ്മൾ മൊബൈൽ ഫോൺ ചാർജിലിടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ അധിക മൊബൈൽ ഫോണിലും ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിലിടുന്ന സമയത്തും ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ പല ഫീച്ചറുകളും നമ്മുടെ മൊബൈൽ ഫോണിലെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ ഈ ഒരു ബാറ്ററി ആവശ്യമുണ്ടാകും. ഇങ്ങനെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചാർജിലിടുന്ന സമയത്ത് ഈ നമ്മൾ ചാർജിലേക്ക് പ്രവേശിക്കുന്ന ചാർജ് പല വിധേന അത് പല ആവശ്യങ്ങൾക്കായിട്ട്, അതായത് വ്യത്യസ്തമായ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്നത് അല്പം സമയമെടുക്കും. പെട്ടെന്ന് ചാർജ് ആകാനൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് അല്പം ഒന്ന് ചാർജ് ചെയ്ത് ഒരു പുറത്തേക്കൊക്കെ പോകേണ്ട സമയം വരുമ്പോൾ ഒന്ന് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ആപ്ലിക്കേഷനിലേക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ബാറ്ററി, അതായത് നമ്മുടെ ചാർജ് നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ബാറ്ററിയിലേക്ക് ചാർജ് നിറക്കാൻ സാധിക്കും. നമുക്ക് അതിനു വേണ്ടി ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ഉപയോഗിക്കാം. മൂന്നാമത്തെ ടിപ്സ്, ഈ ഒരു ടിപ്സ് നമ്മൾ ആദ്യം ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തപ്പോൾ ഇന്റർനെറ്റ് ലഭിക്കുന്നില്ല. യൂട്യൂബിൽ ഇപ്പോൾ ഇന്റർനെറ്റ് ഇല്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് കോള് വരില്ല, മറ്റൊന്നും ചെയ്യില്ല ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ. എന്നാൽ ഈ ഒരു ടിപ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെച്ചാലും നമുക്ക് ഇന്റർനെറ്റ് എങ്ങനെ ലഭിക്കും. കാരണം ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യണം. പക്ഷെ നമ്മളൊരാൾ കോൾ ചെയ്ത് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കോൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിനു വേണ്ടി ഒരു ടിപ്സ് ഉണ്ട്.
നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഫ്ലൈറ്റ് മോഡ് ഇതുപോലെ ഓൺ ചെയ്ത് വെക്കുക. നമ്മുടെ ഡയൽ പാഡിൽ നമ്മൾ സ്റ്റാർ ഹാഷ് വീണ്ടും സ്റ്റാർ ഹാഷ് തുടർന്ന് 4636 എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ഹാഷ് സ്റ്റാർ വീണ്ടും ഹാഷ് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ആയിരിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൺ ആയി വരിക. നമ്മൾ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റുക. തുടർന്ന് ഈ ഒരു കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സിം ഏതാണെങ്കിൽ നമ്മളിവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ 2 സിം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോൺ ഇൻഫർമേഷൻ 1 ഫോൺ ഇൻഫർമേഷൻ 2 എന്ന് കാണുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സിം ഇതുപോലെ ഓപ്പൺ ചെയ്ത് തുടർന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവസാന ഭാഗത്ത് വരുമ്പോൾ ടേൺ ഓൺ റേഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചില മൊബൈൽ ഫോണിൽ വ്യത്യസ്തമായിരിക്കും, റേഡിയോ ആക്റ്റീവ് എന്നോ അങ്ങനത്തോ ആയിരിക്കും. ഇവിടെ ഞാൻ ടേൺ ഓൺ റേഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിലൊരു ഫീച്ചർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന മോർ എന്ന ഓപ്ഷനോ ചില മൊബൈൽ ഫോണിൽ മുകളിൽ വലതുഭാഗത്തുള്ള 3 ഡോർസോ ആയിരിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും എനേബിൾ ഡാറ്റ കണക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ യൂട്യൂബിലേക്കുള്ള ഇന്റർനെറ്റ് എങ്ങനെ വരുന്നുണ്ടോ നോക്കാം. കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഫ്ലൈറ്റ് മോഡിലാണ്. ഇപ്പോൾ ഡാറ്റ എല്ലാം ഓഫാണ്, ഫ്ലൈറ്റ് മോഡ് തന്നെയാണ്. നമുക്ക് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബ് നമ്മുടെ വീഡിയോ തന്നെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോ ഓപ്പൺ ആയിരിക്കുകയാണ്. വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സ്. ഇനി നമുക്ക് ആ ഒരു ഇന്റർനെറ്റ് ഫ്ലൈറ്റ് മോഡിലേക്കുള്ള ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതേ സ്ഥലത്ത് തന്നെ അതേ ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ടേൺ ഓഫ് റേഡിയോ എന്ന് കാണുന്ന ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നേരത്തെ ഓൺ ചെയ്ത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് മോഡിന് നമുക്ക് ലഭ്യമാകുന്ന 3 ടിപ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.